വായോ എന്താ കുറച്ച് നൂൽപുട്ടിൻ്റെ പൊടി ഉണ്ട് കേട്ടോ. അപ്പം അതിൽ നമ്മൾ ഒരു ചൂടുവെള്ളം ഒഴിക്കണ്ടേ. നൂൽപുട്ട് ഉണ്ടാക്കാൻ പോവല്ല, എന്തെങ്കിലും ചായക്ക് നോക്കുമ്പോൾ ആകെ ഈ അരിപ്പൊടിയുള്ളൂ. ഈ അരി നമ്മൾ വൈകുന്നേരത്തെ മുട്ടി വൈകുന്നേരം ഈ ചുമ അനിയൻ്റെ ചുമ മാറിയപ്പോൾ ഇക്കായിട്ടോ ചുമ. എന്നിട്ടോ ഇന്നലെ ഞാനൊരു ജ്യൂസും കുടിച്ചു. ചുമ ഒന്ന് വർത്തമാനം പറയാനേ പറ്റില്ല. കുട്ടീനെ കാണാൻ ആശുപത്രിയിൽ പോകാനേ. അപ്പോൾ വേഗം പോകണം വിചാരിച്ചിട്ട് വേഗം ചോർക്കായിട്ട് പോകുള്ളൂ കേട്ടോ. പോയി വൈകുന്നേരം ആകുമ്പോൾ പോയിട്ട് വരാമല്ലോ. വിനാഗിരി ആരാണ് അവിടുത്തെ ഇപ്പോൾ തട്ടിക്കൂട്ടാണ് പറഞ്ഞ പോലെ തട്ടിക്കൂട്ട്. ചില തട്ടിക്കൂട്ടുകൾ നല്ല ടേസ്റ്റ് അല്ലേ. നിങ്ങൾ വിചാരിക്കും അടയിൽ ഉണ്ടാക്കണമെന്നല്ലേ. അമ്മ ഇതിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടാ. അമ്മു വിനാഗിരി കണ്ടില്ലേ അമ്മു? അച്ചുപ്പോൾ സ്കൂൾ വിട്ട് വന്ന പറയുന്ന ഒരു വാക്കാണ്. എന്തെന്നറിയോ? അമ്മ വിശന്നിട്ട് വയ്യ, എന്താ ഉണ്ടാക്കിയിരിക്കണത്? അവിടെയാണ്, അതിലാണ് പഞ്ചസാര. എന്താണ് ഉണ്ടാക്കിയിരിക്കണത്, എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൽ ചെറിയ ജീരകം ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ കുഴക്കട്ടേന്ന് വിചാരിക്കില്ലേ. കുഴക്കട്ടെന്നല്ല കേട്ടോ. മതി 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 മതി. നമ്മളിതും കൂടി ഇതിക്കാണ്ടിട്ട് കുഴക്കുകയാണ് കേട്ടോ. വെറുതെ ഉപ്പും തേങ്ങയും മാത്രം ഇട്ട് കുഴച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കുഴയ്ക്കുക. എന്താകുമ്പോൾ എന്താണെന്നറിയോ, കുട്ടികൾക്കൊരു ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ട്. പഴുത്ത പഴം ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. ഇതൊക്കെ എൻ്റെ അമ്മല്ലേ വെറും ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. എന്താ മധുരം മതിയാവില്ല മുട്ടി? ചെറിയൊരു മധുരമേ പാടുള്ളൂ, ഒരുപാട് മധുരം പാടില്ല. വേണ്ടോ? നല്ല മയം വന്നിട്ടോ. ആരാ അത്? ഇപ്പം ട്യൂഷൻ ഇല്ലെന്ന്? എന്തേ ട്യൂഷന് പോകാൻ? എന്ത് അത് അവിടെ നിനക്ക് തലവേനല്ലേ? തലവേനയ്ക്ക് പോകാൻ നോക്കുമ്പോൾ ചായ കുടിച്ചിട്ട് പോക്കോ. എന്താ ഉജു എന്ത് തെരയണോ? അത് നിൻ്റെ ക്ലാസ്സാണോ? ഓ, അതിൽ വേറെ ഉണ്ട് കപ്പുകളെ. കപ്പ് ഏത് കപ്പ്? ഇങ്ങനത്തെ കപ്പ്. ഇതിൽ 2 മണി ചെറിയ ജീരകം ഇടണം കേട്ടോ. എനിക്ക് പഞ്ചസാര ഇടാണ്ടാണ് എനിക്കിഷ്ടം. എന്താ പക്ഷേ കുട്ടികൾക്ക് പഞ്ചസാര വേണം. കിച്ചു തലവേദനയ്ക്ക് വെച്ച് പോയി കിടന്നോ. ആ അപ്പം ഇനി ഉണ്ണീനെ കാണാൻ വരാൻ പറ്റില്ല കേട്ടോ. തലവേദന ഉണ്ട് പറഞ്ഞാൽ എങ്ങനെ പോലെ കേട്ടോ. ഉള്ളിപ്പനി ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. ഏത് ക്ലാസ്? അത് ക്ലാസ്സാണോ അത്? പിന്നെ എന്താ ക്ലാസ് അല്ലേ? കപ്പ് നോക്കുന്ന ഡ്രസ്സല്ലേ കാണാൻ. ഇതൊക്കെ നമ്മളില്ലേ എല്ലാ വീട്ടിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ലേ. ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. അത് എന്തിനാണെന്നറിയോ? നമ്മൾ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടേ. പക്ഷേ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളാരും നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ ആരും വരില്ല. അത് എടുത്ത് വെച്ച് കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ മോഡൽ അങ്ങോട്ട് പോവും. അപ്പോൾ വെറുതെ അപ്പോൾ അത് എല്ലാവിടെയും എൻ്റെ വീട്ടിലൊക്കെ എത്ര എന്താ പാത്രങ്ങളാണെന്നറിയാം. എൻ്റെ അമ്മ ആരെങ്കിലും വരുമ്പോൾ ഒക്കെ നാശാക്കണ്ട, ആരെങ്കിലും വരുമ്പോൾ ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ട് എടുത്തേക്കും. എന്നിട്ട് എവിടെ ആരും വരില്ല. വരുന്നവർ പ്രതീക്ഷിക്കാണ്ട് വരുമ്പോൾ നമ്മളിത് അതിൻ്റെ അട്ടത്തിൻ്റെ മുകളിൽ നിന്ന് എടുക്കില്ല കേട്ടോ. അപ്പോൾ അതവിടെ കിടക്കുകയും ചെയ്യും. ഞാൻ എന്നിട്ട് പറയും, അമ്മ ഇതൊക്കെ ആർക്കടുത്തേക്കിന് ഒക്കെ
എടുത്തോളിയും പറയും. ഇതാ അത്ര ഇല്ലൂ കേട്ടോ. എല്ലാവർക്കും ഓരോന്ന് കഴിക്കാനുള്ളതേ ഉള്ളൂ. ഇതിൽ ഉപ്പും തേങ്ങയും ചെറിയ ജീരകം പാടെ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്. അതൊക്കെ ഒരു പഴയ രുചിയാണ്. എന്നിട്ട് ചിലപ്പോൾ അമ്മ കാണാം ചെറിയ ഉള്ളിയും കടുകും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുത്തി പൊടിക്കട്ടോ. അതിങ്ങനെ ഇല്ല കേട്ടോ, അത് പച്ചരി അരച്ചിട്ട്. കിളികൾ ഇത് എന്നാണോ കേട്ടോ, ഇന്നോ നാളെയായിട്ട് കഴിയാറായിരിക്കണം. ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അടുത്തെടുക്കട്ടെ. ഈ ഇടയിൽ കൂടെ ഒരു തട്ടും കൂടി വെക്കേണ്ടതായിരുന്നു അല്ലേ, അത് ചെയ്തില്ല. നമ്മളില്ലേ ഇതിങ്ങനെ നമ്മൾ ഇതിൽ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞോ? എന്താ പറയാ, കുറച്ച് വിറകിന് പോകണമെന്നുണ്ട് കേട്ടോ, റബ്ബർ തൊടിക്ക്. അത് അമ്മ വരില്ലേ? നോക്കാന്നല്ല, ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും പിടിച്ചും കൊണ്ട് പോയാൽ ഈ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ആരാ ചോറും കൂട്ടാനൊക്കെ വെച്ച് തരിക? കൊണ്ടുപോകാൻ പറ്റിയ സാധനമെന്നോ? ഞാനോ? എന്തൊരു അത്രയ്ക്ക് മോശമാണ് അല്ലേ? എന്താ പറയുന്നത്? ഇത് അടച്ചു വെക്കാട്ടാ. ഇപ്പോൾ നീ വലുതായില്ലേ, ഇനി നിനക്ക് എന്തിനാ എൻ്റെ ആവശ്യം? ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് ചോറ് എടുത്തുണ്ണാറായി, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായി. ഇനി നിങ്ങൾക്ക് എന്തിനാണ് എന്നെ? ആ തുണിയില്ലേ പിഴിഞ്ഞിട്ടിട്ടുണ്ട്, അതൊന്ന് കൊണ്ടുപോയി തോരടുവോ? എന്താണ് എന്തോ ഒരു മടിയാ പറഞ്ഞിട്ടാ പണിയെടുക്കാൻ പെൺകുട്ടികൾക്കെന്നറിയോ? പെൺകുട്ടികൾ ഉഷാറിൽ പണിയെടുക്കല്ലേ ചെയ്യുക അല്ലേ? ഇനി സ്കൂളിൽ പോട്ടിയിട്ട് വേണം അമ്മൂനെയും അച്ഛനെയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നേരെ കിട്ടും. അപ്പം ഞാൻ ഇവരെയും കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കും. എന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നടക്കാത്ത ഐഡിയ കണ്ടോ? അപ്പോൾ അതാ കണ്ടോ, നമ്മുടെ മേമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കണ്ട കാണിച്ചേരേ, മുരിങ്ങക്കായ മാത്രമല്ല കേട്ടോ, ചേമ്പ്, പാൽച്ചേമ്പ് കണ്ടോ? ഇത് മോര് കൂട്ടാൻ വയ്ക്കാനൊക്കെ അടിപൊളിയാണ്. കണ്ട പാൽച്ചേമ്പ്, വളടാത്തതല്ലേ ചേമ്പ്. വടുവപ്പുളി നാരങ്ങ, ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. വടുവപ്പുളി നാരങ്ങ അമ്മൂന് ഇഷ്ടമല്ലല്ലോ, എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്. അതും എന്താ മാങ്ങച്ചാറ് മാത്രമാണ് ഇഷ്ടമുള്ളൂ. പിന്നെ നമ്മൾ ഈ കൈപ്പയ്ക്കൊക്കെ അച്ചാറിട്ട് കൊടുത്തു കഴിഞ്ഞു വെച്ചാലേ ഒരു നേരം കഴിക്കുക എന്നല്ലാതെ പിറ്റത്തെ നേരം ആകുമ്പോഴേക്കും അവർക്കത് വേണ്ട, ഇഷ്ടമല്ല പറയും കേട്ടോ. അല്ലെങ്കിൽ വേണ്ട പറയും, നേരെ കാല് താഴ്ത്തിക്കിടമോ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലേ ഇവരുടെയൊക്കെ പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ പണികൾ ചെയ്തിരുന്നു പറഞ്ഞിട്ടാ. ഇപ്പോൾ ഇവർ പണിയെടുപ്പിക്കുമ്പോൾ ഇവർ പണിയെടുക്കുകയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യോ എന്തിനാ പണിയിപ്പിക്കുന്നത് തോന്നും. നമ്മുടെ എന്താണ്ടി പിറുപിറുക്കല്ലേ? ഞാൻ അമ്മൂനെ പറയണേ. അമ്മു വലുതായില്ലേ, അമ്മൂൻ്റെ പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ പണിയെടുത്തിരുന്നു പറയണേ. കണ്ടോ, പറഞ്ഞത് അറിയുന്നു കണ്ടോ അമ്മു? 2-3 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് വെള്ളം കോരി കൊണ്ടുവന്നിരുന്നത്. അറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ? അത് കൂട്ടിക്കണ്ട, അതിൻ്റെ കടമൊന്നും പേടിയിട്ടില്ല. ഇല്ലല്ലോ, അവള് പരീക്ഷ എഴുതാൻ പോയിക്കാണേ. അച്ചു കണ്ടു കഴിഞ്ഞു വെച്ചാൽ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് പോട്ടിയാവും കേട്ടോ. പക്ഷെ കാണാതിരിക്കുമ്പോ അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? എന്തിന് പിന്നെ ഇതിനെ ചോദിക്കണേ? സമയം കഴിഞ്ഞോ? അതെ, 3:30. അമ്മൂല്ലേ വീഡിയോ ഓഫാക്കി കഴിഞ്ഞു വെച്ചാൽ ഇവിടെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യൂട്ടോ. പക്ഷെ വീഡിയോയുടെ മുമ്പിൽ അമ്മ ഒന്ന് ഡാൻസ് ചെയ്യടി പറഞ്ഞാൽ അമ്മ അറിയും എനിക്ക് അമ്മ ഈ 2 സ്റ്റെപ്പേ അറിയുള്ളൂ. അത് കാലം കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അമ്മ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ട് ഞാനും ഇപ്പോൾ ഡാൻസ് പഠിച്ചു. കളിക്ക് നോക്കട്ടെ, കളിക്ക്, ഞാൻ കളിച്ച് നോക്കട്ടെ.
ഈ ഇങ്ങനെയല്ലേ കാട്ടിയത്. അമ്മൂന് നാണം വന്നു. വർത്താനം അമ്മ വേണ്ട പറഞ്ഞില്ലേ. അമ്മൂന് സൗണ്ട് കേൾക്കണ. വേണ്ട കേക്കണ്ട. അമ്മൂനെ ഞാൻ വെറുതെ വെറുപ്പിക്കും. വേണ്ട. ഇവിടെ വന്നിരിക്കി. ഇല്ല ഇല്ല ഇല്ല. അമ്മുവാണ് എൻ്റെ ഏറ്റവും ചെറിയ കുട്ടി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അച്ചും കിച്ചുവിനേക്കാളും ചെറിയ കുട്ടി അമ്മുവാണ്. കാരണം അമ്മൂനാണ് എപ്പോഴും മടിമാറാത്തത്. ആയി ചേച്ചിയാണോ? അമ്മ കൊടുക്കണ്ട കേട്ടോ. എന്ത് ബിസ്ക്കറ്റേ? അയ്യോ രാവിലെ അവന്റെ അടുത്തേക്ക് പോയപ്പോഴേക്കും അവൻ ബിസ്ക്കറ്റ് എടുത്ത് ഒളിപ്പിച്ചേക്കും. അതെ, ഈ എന്തിനാ ബിസ്ക്കറ്റ് ഒളിപ്പിച്ച് വെച്ച്? അവന് കൊടുക്കണ്ട, ഓറിയോ ബിസ്ക്കറ്റ് കൊടുക്കണ്ട. അതാ അങ്ങനെ കൊക്കാതെ ചേച്ചിക്ക് കൊക്കാതെ തിന്നാൻ പാടുമോ? നിന്റെ കുഞ്ഞ തരില്ല. എല്ലാവർക്കും കൊടുത്തിട്ടല്ലേ തിന്നാ കുട്ടികള്. ചായ കൊണ്ടതൊക്കെയാണ് ബേക്കറി ഇവിടെ ഉണ്ട് പറഞ്ഞിട്ടേ. പാപ്പ ആവണേല്ലോ കേട്ടോ. ഇവിടെ വായു ഞാനൊരു എൻ്റെ പൊന്നൂന് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ കേട്ടോ. എൻ്റെ മടി കയറി കഴിഞ്ഞാലേ അവന് താഴേക്ക് ഇറങ്ങാൻ ഇഷ്ടമല്ല. ഇപ്പൊ ഒരു സ്വത്തുക്കുട്ടി വന്നല്ലോ, സുന്ദരൻ ചെക്കൻ വന്നല്ലോ. അപ്പൊ പൊന്നൂസ് ആരുടെ കുട്ടിയാ? അച്ചറ കുട്ടിയാ, അമ്മയുടെ കുട്ടിയാ, താമത്തിന്റെ കുട്ടിയാ? ഞാനില്ലേ സ്വത്തിന്റെ, ഞാനില്ലേ സുന്ദരന്റെ കൂടെ പോവുക. ഞാൻ പോട്ടെ സുന്ദരനെ എടുക്ക? നീ വരുന്നോ? ഈ സുന്ദരനെ കണ്ടോ? വേണ്ട, ഈ അങ്കലവാടിച്ച് പൊക്കോ നാളെ. സുന്ദരൻ പാവാണ്. നോക്ക്, മാ പഞ്ഞ് കഴിയും. നിനക്ക് വേണോ? ഈ എന്താ കണ്ട, ഈ എന്താ കാട്ടുക? സുന്ദരനെ കണ്ട ഈ എന്താ കാട്ടുക? ഈ ഉമ്മയ്ക്കോ സുന്ദരനെ? ഉമ്മയ്ക്ക് ഈ കടിക്കുക? എന്താ ചെയ്യ? കടിക്കില്ലേ? ഉമ്മയ്ക്കോ? എങ്ങനെ ഉമ്മയ്ക്കുക? വല്യമ്മയ്ക്ക് കാണിച്ചിട്ട് ഉണ്ണീനെ എങ്ങനെ ഉമ്മയ്ക്കുന്നത് കാണിച്ചിട്ട്? ഇങ്ങനെ ഉമ്മയ്ക്കുക, ഇങ്ങനെ ഉമ്മയ്ക്കുക. ഇന്നലെ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ, ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അനിയേട്ടൻ പിന്നെ കൊണ്ടുപോയിരുന്നേ ചിക്കൻ വാങ്ങാൻ പോകുമ്പോഴേ. അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അമ്മ ചിക്കൻ. പിന്നെ അത് കുറച്ച് ആയുള്ളൂ ചിക്കൻ. അത് കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ പറയാം കോഴിയമ്മ, കോഴി കൂട്ടിയിട്ട് അവൻ ചോറുണ്ടു അല്ലേ? എങ്ങനെ കോഴി കൂട്ടിയിട്ട് ചോറുണ്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? എങ്ങനെ സൂപ്പർ എന്ന് പറയാ? ഇപ്പോൾ നമ്മുടെ പലഹാരമായിട്ടോ. പിന്നെ ശരിക്കില്ലേ കട്ട ചായയാണ് വേണ്ട. എളുപ്പപ്പണിയല്ലേ? ഞാൻ പാവല്ല. ഇത് നമ്മുടെ എന്താ വീട്ടില് നെല്ല് ഉണക്കി പൊടിപ്പിച്ചിട്ടില്ലേ, നെല്ലുത്തില്ലേ, ആ പച്ചരിയും കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാലേ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ വീട്ടില് അമ്മ പണിയില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഈ നമ്മുടെ ഉണ്ട ഉണ്ടാക്കില്ലേ, അപ്പൊ വേഗം എളുപ്പപ്പണിയാണിത്. ഇതിലിങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ചെറിയ ജീരകത്തിന്റെ ആ ഒരു ചൊയൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ചൂടുള്ള സാധനം വന്നിട്ടില്ലേ, ചൂടാക്കിട്ട സൂപ്പറാ. ഉണ്ടാക്കി വെക്കും കേട്ടോ. ഒരുപാട് നല്ലത് എന്ന് പറയാനില്ല. എന്നാൽ ചായക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ചു വെച്ചാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ ഓർമ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ. ചിലപ്പോൾ കുറച്ച് തേങ്ങ ഉണ്ടാവുള്ളൂ, അരിപ്പൊടി കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേഗം തട്ടിക്കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി തരും കേട്ടോ. അതൊക്കെ എല്ലാവർക്കും ഓരോന്നേ ഉണ്ടാവുള്ളൂ. പണിത്തിരക്കിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയല്ലേ. അമ്മ പണിയില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കും. 4 മണിക്ക് ചായക്ക് എന്തെങ്കിലും, ഇനി പച്ചരി അരച്ചിട്ടോ അല്ലെങ്കിൽ അവിലും കൊണ്ടോ അങ്ങനെ അരി വറുത്തിട്ടോ അങ്ങനെ എന്താ ഉള്ളത്, ഗോതമ്പ് പൊടിയും കൊണ്ട് അട ചുട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ.
അപ്പോൾ എനിക്കിത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു. അച്ചമ്മ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ ഉരുട്ടാണ്ട് കയ്യും കൊണ്ട് ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഈ നമ്മുടെ ഈ 4 വിരലിൻ്റെ അടയാളം ഉണ്ടാവില്ലേ, ഈ 4 വിരലിൻ്റെ അടയാളം ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാനൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ? പൊന്നൂസിന് ഇഷ്ടമായോ? ഏ ഇല്ല ഉണ്ടെന്നോ? ഇഷ്ടായോ? ഇഷ്ടായോ? അമ്മൂല്ലേ, അമ്മു അവിടെ ഒരു ക്ലാസ് കൊടുക്കാൻ വേണ്ടി ഒരു കുപ്പി ക്ലാസ് എടുത്തിട്ട് വരും. താങ്ക് യു. ആ അതാ അതിൽ ചായ ഉണ്ട് പൊന്നേ. തേങ്ങ അതാ തേങ്ങ കളയുക ചെയ്യുക, തേങ്ങ തിന്നുക ചെയ്യേ. എന്നാട്ടോ പൊന്ന് നേരത്തെ ചായ കുടിച്ചല്ലേ? വലിയ ഞാൻ ഉമ്മ വയ്ക്കട്ടെ? ഉമ്മപ്രാന്തരാണ് കേട്ടോ ഞങ്ങളുടെ. ഉമ്മപ്രാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മപ്രാന്തരാണ്. നമ്മൾ അവനൊരു ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ അവൻ 4 ഉമ്മയായിട്ട് നമുക്ക് തരും. അവന് ഇനി അബദ്ധവശാലും ഒരു കവിളിൽ ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇവിടെ മൂക്ക് ഒക്കെ കാണിച്ചു തരും. പിന്നെ ഈ കഴുത്ത് കാണിച്ചു തരും. അങ്ങനെയാണ് കേട്ടോ. പാപ്പ കഴിച്ച് ആ വായിലുണ്ട്. ഇപ്പോ പകലില്ലേ കുട്ടിയില്ലാണ്ട് ഒരു രസേ ഇല്ല കേട്ടാ. കാരണം ഇവിടെ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ മാത്രം വലിയവരാകുമ്പോൾ എന്ത് സൗണ്ടുള്ളത്. ചായയും കളഞ്ഞു അവിടെ ആറ്റിയിട്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കാറുണ്ടാവും ചിലപ്പോൾ പഴയ കുറച്ചൊക്കെ വയസ്സായ അമ്മമാർക്ക് അറിയണ്ടാവും അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. നോ അറിയില്ലേ? ഇതിൽ ഈ അരിയിൽ കടുകൊക്കെ താളിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണവരും ഉണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഒക്കെ ഇട്ടിട്ട്. ഇത് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്താ നമ്മൾ വിശേഷം നിർത്തുകയാണെങ്കിൽ കുറേ നേരം വർത്തമാനം പറയാൻ പറ്റില്ല, ചുമ വന്നിട്ട്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.